Hi friends, welcome back to Acumen Design Studio. ഞാൻ അഭിജിത്ത്. നമ്മൾ എക്സ്റ്റീരിയറും എക്സ്റ്റീരിയർ ഡീറ്റെയിലിങ്സും എക്സ്റ്റീരിയർ മോഡലിങ്ങും കൂടിയിട്ട് ഒരു ഹൗസിൻ്റെ മീതെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ 3ds Maxും Revit ഉപയോഗിച്ച് എങ്ങനെ ഒരു എക്സ്റ്റീരിയർ വ്യൂ ഉണ്ടാക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഡ്രോയിങ്സുകൾ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും വീഡിയോസുകളിലൂടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു 4 വീഡിയോസ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാക്ക്ഡ് വാൾസുകൾ എങ്ങനെ ഉണ്ടാക്കാം, വാൾസുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ ഫ്ലോർ എങ്ങനെ, ടൈലിംഗ് എങ്ങനെ എന്നെല്ലാം ആണ് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നോക്കിയത് അതിൻ്റെ ഫ്ലോറിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ടൈൽസും എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോർസും വിൻഡോസുകളും എങ്ങനെ വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയലിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോർസും വിൻഡോസുകളും എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാം, അതേപോലെ ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടി ഓപ്പൺ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിലേക്ക് പോവാം. പ്രൊജക്റ്റിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ഡോർസും വിൻഡോസുകളും നോക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഇതൊരു 3D വ്യൂ ആണ്. ഈ 3D നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഡോർ വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്ട്സുകൾ നമുക്ക് പ്ലേസ് ചെയ്യേണ്ട സ്ഥലം പ്ലിന്ത് ലെവലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്ലിന്ത് ലെവൽ ഓപ്പൺ ചെയ്യുക. പ്ലിന്ത് ലെവൽ എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടു. ഓക്കെ, എന്ന് വെച്ചാൽ ഡോറിൻ്റെ വിൻഡോയിൻ്റെ എല്ലാം സിൽ ഹൈറ്റ് അഥവാ താഴെയുള്ള ഭാഗം വന്ന് നിൽക്കുന്നത് പ്ലിന്ത് ലെവലിലാണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലിന്ത് ലെവൽ ചൂസ് ചെയ്യാൻ കാരണം. ഇവിടെ വന്നു, ഇനി അടുത്ത് എന്തെടുക്കണം, ഡോർ ആണ് ഞാൻ വെക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ആർക്കിടെക്ചർ ടാബിൽ വന്നു, ഡോറ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഡോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട അവിടെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഡോർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി റിവിറ്റ് നമുക്ക് തരുന്ന ഒരു കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള ഡോർസിൽ ഒരു ഡോർ മാത്രമാണ്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഡോറാണ് നമുക്ക് ഇതിലേക്ക്, നമ്മുടെ ക്രിയേറ്റീവിൽ നമ്മൾ വരച്ചിട്ടുള്ള ഡോറ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ലോഡ് ഫാമിലി. നമ്മൾ ഏതൊരു ഡോറായാലും വിൻഡോ, കോമ്പൗണ്ടൻ്റ്, ഏത് വാള്, എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലെല്ലാം നമുക്കിവിടെ ലോഡ് ഫാമിലി എന്ന് പറഞ്ഞൊരു ടൂള് കാണാൻ പറ്റും. ഈ ലോഡ് ഫാമിലി എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള എക്സ്റ്റേണൽ ഫയൽസുകളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ലോഡ് ഫാമിലി യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഡോറ് വിൻഡോസൊക്കെ ഞാൻ ഒരു ഫയലിൽ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതാണ് എനിക്ക് ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു എക്സ്റ്റേണൽ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, പ്രൊജക്റ്റിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകളും മോഡലുകളും നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തരുന്നതാണ് ഈ ലോഡ് ഫാമിലി എന്ന് പറയുന്ന ടൂൾ ടാബ്. അപ്പോൾ ഞാൻ ലോഡ് ഫാമിലി എടുത്തു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്ത് വന്നു. ഇവിടെ വന്നിട്ടൊരു ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡോറ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ വിൻഡോസുകളാണ്. നമുക്ക് ഡോറാണ് വേണ്ടത്. ഡോർ എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡോർ എടുക്കുന്നുണ്ട്. ഡോർ എന്ന് പറഞ്ഞിട്ടൊരു ഡോർ എടുക്കുന്നുണ്ട്. ആ ഡോർ ഞാൻ ഓപ്പൺ ചെയ്തു വന്നു. ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കണ്ട അവിടെ സിൽ ഹൈറ്റ്, ഹെഡ് ഹൈറ്റ് എന്ന് നമുക്ക് പ്രോപ്പർട്ടി ബോക്സിൽ കാണാൻ പറ്റും. അപ്പോൾ സിൽ ഹൈറ്റ് 0 ആണ് കിടക്കുന്നത്. ഹെഡ് ഹൈറ്റ് 210 ആണ്. കറക്റ്റ് ആണ് അല്ലേ, കാരണം പ്ലിന്ത് ലെവൽ എന്ന് പറയുന്നത് 0 ആയിട്ട് ഞാൻ കൺസൾട്ട് ചെയ്താൽ 0 നിന്ന് 210 ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ എത്ര, 210 അവസാനിക്കുള്ള ഡോർ 210 ആണ് ഡോറിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ 210 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ കൊടുത്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഉള്ളിലേക്കാണ് വേണമെങ്കിൽ ഞാൻ സ്പേസ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് നമ്മുടെ കീബോർഡിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും. ഡോറ് ഫ്ലിപ്പായിട്ട് വരുന്നത് കാണാം. കണ്ടോ, ഡോർ ഞാൻ പ്ലേസ് ചെയ്ത് കൊടുത്തു. പ്ലേസ് ചെയ്തതിനു ശേഷം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കണ്ട അവിടെ ഈ ഡോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, ഇപ്പോൾ ഡോർ വെച്ചു അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയൊക്കെ ഡോർ വേണോ അവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഡോർസുകൾ കൊടുന്ന് വയ്ക്കാം. ഇനി വേണമെങ്കിൽ വിൻഡോ ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ വിൻഡോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിലേക്ക് പോയി.
ലോഡ് ഫാമിലി എടുത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു വിൻഡോ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഡബിൾ വിൻഡോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഏജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ വിൻഡോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഡബിൾ വിൻഡോ എടുത്തു. ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി ബോക്സിലേക്ക് വരിക. പ്രോപ്പർട്ടി ബോക്സിൽ വന്നാൽ അതിൻ്റെ ഹെഡ് ഹൈറ്റ് 210 തന്നെ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ഏത് വിൻഡോ ആയാലും ഡോർ ആയാലും എല്ലാത്തിൻ്റെ ഹെഡ് ഹൈറ്റ് 210 വരിക. ലിൻഡലിൻ്റെ അടിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ 210 ഓക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. സെൻട്രലായിട്ട് ഏറെക്കുറെ സെൻട്രലായിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു വിൻഡോ പ്ലേസ് ചെയ്ത് കൊടുത്തു. അതേപോലെ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ വിൻഡോ ഉള്ളിലേക്ക് ഇരിക്കുന്ന പുറത്തേക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതേപോലെ ഇനി അടുത്താണ് എനിക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു 3 കള്ളി വിൻഡോ വേണം. ഞാൻ വിൻഡോ എടുത്തു. ലോഡ് ഫാമിലി പോയി ഒരു 150 ഒരു വിൻഡോ എടുത്തു. 150 സൈസ് വരുന്ന ഒരു വിൻഡോ എടുത്തു. വിൻഡോ ഞാൻ കൊടുത്തിട്ട് ഇവിടെ ഹെഡ് ഹൈറ്റ് 210 തന്നെ അല്ലേന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കൊടുത്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തു. എവിടെയൊക്കെ വേണോ 3 കള്ളി വിൻഡോ അവിടെ എല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഫ്രണ്ട് ഏജിലും സൈഡിലും മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ കൊടുത്തു, ആ ഫ്രണ്ട് ഏജിൽ കൊടുത്തു, ഇവിടെ ഈ സൈഡിലൊരു ഫ്രണ്ടിൽ കൊടുത്തു, സൈഡിലൊരു വിൻഡോ കൊടുത്തു, ഈ സൈഡിലും ജസ്റ്റ് ഒരു വിൻഡോ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെയും കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഡോർസുകളും വിൻഡോസുകളും നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 3D എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, വിൻഡോസുകൾ നമുക്കിവിടെ കാണാം. ഓക്കെ, അതേപോലെ ഡോർ വെച്ചുള്ളത് കാണാം, വിൻഡോ. ഓക്കെ, ഡോറും വിൻഡോ എല്ലാം നമുക്കിവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെങ്ങനെ ഫർണിച്ചേഴ്സും കൂടി കൊടുന്ന് വെക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പ്ലിന്ത് ലെവലിലാണ് എനിക്ക് മുട്ടിയിട്ടാണ് ഇരിക്കേണ്ടത് ഫർണിച്ചേഴ്സ് എന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, പ്ലിന്ത് ലെവൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു, ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ കമ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ബോക്സ് കാണാം. പ്ലേസ് എ കമ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ടൂൾ ബോക്സ് കാണാം. ആ കമ്പോണ്ടൻറ്റിൽ വന്നിട്ട് പ്ലേസ് എ കമ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ എടുത്തു കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഡെസ്ക് ആണ് വീട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, ലോഡ് ഫാമിലി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എന്തൊക്കെ ഒബ്ജക്റ്റുകളാണോ ഇരിക്കുന്നത് ആ ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഈ തൽക്കാലം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഡെസ്ക് ഞാൻ സിറ്റ് ഔട്ടിൽ ഇടുന്നുണ്ട്. കണ്ടതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വീഡിയോ ഇട്ടു കണ്ടോ, അപ്പോൾ ഡെസ്ക് വന്നിരിക്കുന്നു, നോക്കി പ്ലിന്ത് ലെവലിൽ വന്നിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതേമാതിരി നമുക്ക് ആവശ്യമുള്ള അഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളെല്ലാം കമ്പോണ്ടൻറ്റിൽ പ്ലേസ് എ കമ്പോണ്ടൻറ്റ് വഴി നമുക്ക് എടുത്ത് കൊടുത്തിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പ്ലേസ് എ കമ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതിന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ കാണാതെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ പാർട്ടുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ അതിൽ പോയി കാണുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.